അസ്സലാമു അലൈക്കും. കഷ്ടപ്പാടുകൾ എന്നത് അള്ളാഹുവിനോട് സമീപിക്കാനുള്ള ഒരു കാരണമാണ്. ജീവിതം എളുപ്പമല്ല. ദുഃഖങ്ങളും പ്രശ്നങ്ങളും നമ്മെ നിരന്തരം ചെറുതും വലുതുമായ പരീക്ഷണങ്ങളിലേക്കാക്കുന്നു. എന്നാൽ ഈ കഷ്ടപ്പാടുകൾ നമ്മെ അള്ളാഹുവോട് ഏറ്റവും അടുത്ത് എത്തിക്കാനുള്ള ഏറ്റവും വലിയ അവസരങ്ങളായേക്കാം. അള്ളാഹു കഷ്ടപ്പാടുകൾ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുന്നു. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഈ ലോകം മനുഷ്യന് ഒരു പരീക്ഷണമാണെന്ന്. സൂറത്ത് അൽ മുൽക്കിൽ പറയുന്നു, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു പരീക്ഷിക്കാനായി. കഷ്ടപ്പാടുകൾ മനുഷ്യന്റെ ഈമാനെ വളർത്താനും ശുദ്ധമാക്കാനും സഹായിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പാടുകൾ വിശ്വാസിയുടെ പാപങ്ങളെ കഴുകി മാറ്റുന്നു. കഷ്ടപ്പാടുകൾ എന്നത് ആത്മീയ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. ദുഃഖം, വിഷമം, സങ്കടം എന്നിവ നമ്മെ അള്ളാഹുവിനെ തേടാൻ പ്രേരിപ്പിക്കുന്നു. പലരും സുഖ സൗകര്യങ്ങളിൽ അള്ളാഹുവിനെ മറന്നു പോകാറുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകളിൽ നാം അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ സാന്നിധ്യം കഠിന സമയങ്ങളിൽ എങ്ങനെ അനുഭവിക്കാം എന്നത് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. സഹനം അല്ലെങ്കിൽ ക്ഷമ എന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഖുർആനിൽ പറയുന്നു, സഹനം ധാരാളം നല്ലതാണ്. കഷ്ടപ്പാടുകൾ നേരിടുമ്പോൾ ധൈര്യത്തോടെ സഹിക്കുക, ക്ഷമിക്കുക. സഹനം നമുക്ക് നന്നായ പ്രതിഫലം കൊണ്ടുവരും. ഇസ്ലാമിലെ വലിയ സ്വർഗ പ്രതിജ്ഞയാണത്. ദുആ വഴി അള്ളാഹുവിനെ സമീപിക്കുക. കഷ്ടപ്പാട് വന്നപ്പോൾ ദുആ എന്നത് ഒരവസരമാണ്, അള്ളാഹുവിനോട് നേരിട്ട് സമീപിക്കാനുള്ള അവസരം. തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ഏറ്റവും കഷ്ടപ്പെടുന്ന സമയത്താണ് അള്ളാഹു ഏറ്റവും അടുത്തു വരുന്നത്. ഹദീസിൽ പറയുന്നുണ്ട്, ദുആ വിശ്വാസിയുടെ ആയുധമാണ്. നമ്മൾ ആ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ കൂടി ശക്തമാകും. ഖുർആനിലുള്ള അള്ളാഹുവിൻ്റെ വചനത്തിൽ നിങ്ങൾ ആശ്വസിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നതും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലും നമ്മെ കൂടുതൽ ശാന്തിപ്പെടുത്തും. കഷ്ടപ്പാടുകൾക്കിടയിൽ ഖുർആൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ഉപാധി കൂടിയാണ്. പരീക്ഷണങ്ങൾ വിജയകരമായി കടന്നുപോകാൻ ശരിയായ സമീപനം നടത്തുക. മനസ്സ് തളരാതിരിക്കുക. അള്ളാഹുവോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ മനസ്സിലാക്കുക. ഏതൊരാൾക്കും വേദന സഹിക്കേണ്ടി വരും, എന്നാൽ അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക. പ്രവാചകന്മാരുടെ കഥകൾ മനസ്സിലാക്കുക. അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചിന്തിക്കുക. കഷ്ടപ്പാടുകൾ എന്നത് ജീവിതത്തിൽ വെല്ലുവിളികളല്ല, മറിച്ച് നന്മയുടെ മാർഗമാണ്. ഈ ജീവിതം എന്നത് താൽക്കാലികമാണ്. ശാശ്വതമായ ആഖിറത്തിനെയാണ് നാം സ്മരിക്കേണ്ടത്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമ്മെ അള്ളാഹുവോട് അടുത്തു കൊണ്ടുവരാനുള്ള വലിയ അവസരങ്ങളാണ്. നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താനും ആത്മാവിനെ ശുദ്ധമാക്കാനും അത് നമ്മെ സഹായിക്കുന്നു. കഷ്ടപ്പാടുകളിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ആത്മീയമായി സമ്പന്നമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.